മല പോലെ വന്ന് മഞ്ഞുപോലെ പോയ ആശ്വാസത്തിൽ അവളുമാര് നെഞ്ചിൽ കൈ ചേർത്ത് വെച്ച് ശ്വാസം വലിച്ചു വിട്ട് ചൊടിയിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ പരസ്പരമൊന്ന് നോക്കി. അവർക്ക് പുറകെയായി അകത്തേക്ക് കയറി. പതിവ് പോലെ അന്നത്തെ രാവും പുലർച്ചയിലേക്ക് വഴിമാറി. കാലത്തെയുള്ള ശിവയുടെ കീർത്തനത്തിന് ശേഷം ശ്രീയും ശിവയും ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായി കിച്ചണിലേക്ക് വിട്ടു. അപ്പോഴേക്ക് ഈശു കറി തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. കിച്ചണിലേക്ക് കടന്ന് അവർ ഓരോ കാര്യങ്ങളായി മുഴുകവെയാണ് ശിവ. ശ്രീ, സമീപത്തിലായിട്ട് ഇന്നെന്താ അവര് താഴോട്ട് കാണുന്നില്ലല്ലോ? ഇനി ഇന്ന് ഓഫീസിൽ പോകുന്നില്ലാവോ? അറിയില്ലടാ. അല്ല, അക്കൂലിയോടെ എന്ന ശ്രീയുടെ ചോദ്യത്തിന് അവരെ ആ മോളിലേക്ക് പറഞ്ഞു വിട്ടുണ്ട് കെട്ടിയോൻസിനെ വിളിക്കാൻ എന്ന് ഈഷു പറഞ്ഞോടൊപ്പം അരച്ചെടുത്ത തേങ്ങയുടെ പാൽ അരിച്ചെടുത്തുണ്ടാക്കി വെച്ച ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചിളക്കി. അടുപ്പിലുള്ള ചോറ് കുടുക്കയിൽ ചോറ് തിളച്ച് പാകമായതും അതെടുത്ത് റൈസ് കുക്കറിലായി ഇറക്കി വെച്ച ശ്രീ ശിവയോടായി പറഞ്ഞു. പാരപ്പുണ്ടായി കഴിഞ്ഞോടാ, കഴിഞ്ഞ വിളമ്പായിരുന്നു. അവരിപ്പോ ഇറങ്ങി വരികയായിരിക്കും. കഴിയാറായി, നീ ചായ കൂട്ടുമ്പോഴേക്കും കഴി എന്ന് പറഞ്ഞ് പാനിൽ നിന്നും പാലപ്പം എടുത്ത് കാസറോളിലേക്ക് എടുത്തു വെച്ച്. എന്നാൽ ചെക്കന്മാരെ വിളിക്കാൻ പോയ അക്കൂലി ഓരോ വാതിലായി മുട്ടി വിളിച്ചെങ്കിലും മറുപടി കേൾക്കാതെ വന്നു അടുത്തുള്ള അവരുടെ വർക്കൗട്ട് റൂമിൽ തട്ടി വിളിക്കാനൊരുങ്ങിയവയാണ്. അകത്തുനിന്ന് ശബ്ദം കേട്ടവർ കാത് കൂർപ്പിച്ച് നിന്നത്. അകത്തുള്ള സംസാരം കേട്ടവർ പരസ്പരം നോക്കി പുരികം ചൊളിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ വാതിൽ കൊട്ടി വിളിച്ച് ഉച്ചത്തിൽ ഭക്ഷണം കഴിക്കാൻ വന്നേക്കാൻ പറഞ്ഞ് വേഗത്തിൽ താഴോട്ട് ഇറങ്ങി. അക്കൂലിയും കിച്ചണിലെത്തിയതും അവരെല്ലാം കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിലേക്കായി കൊണ്ടുവച്ച് തിരിയവയാണ് ചെക്കന്മാർ സാധാരണ വേഷത്തിൽ സ്റ്റെയർ ഇറങ്ങി വരുന്നത് കാണുന്നത്. ട്രാക്ക് പാന്റും ദൃഢമായ പേശികളോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ടീഷർട്ടും ഇട്ട് ഒരമ്മ വെറ്റാളിയന്മാർ കണക്ക് ഇറങ്ങി വരുന്നവരെ പെൺപടകൾ മതിമറന്ന് നോക്കി നിന്നു. എന്നാ സ്ട്രക്ചർ എന്റെ അമ്മച്ചിയെ, ഈ രാവണനെ പ്ലാൻ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് തോന്നുന്നു എന്ന് പതിയെ പറഞ്ഞ അക്കുവിനെ പെൺപടകൾ കണ്ണുരുട്ടി ഒന്ന് ഇരുത്തി നോക്കിയതും അവൾ നിഷ്കളങ്കമായി വെളുക്കെ ചിരിച്ചു നിന്നു. അവരുടെ നോട്ടം കണ്ട് കിച്ചു. ഇന്ന് ലീവ് എടുത്തു എന്നൊരൊറ്റ വാക്കിൽ പറഞ്ഞപാടെ അവന്മാര് ഭക്ഷണം കഴിക്കാനിരുന്നു. അവർ കഴിക്കാൻ ആരംഭിച്ചോ പെൺപടകൾ പരസ്പരം നോക്കി നേരെ കിച്ചണിലേക്ക് വിട്ടു. കിച്ചണിലെത്തിയവർ ആൺപടകൾ കേൾക്കാതെ പരസ്പരം പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. ഡിയെ, അവർ നമ്മളെ കണ്ടുപിടിക്കാനായിട്ടായിരിക്കും ഇന്ന് ലീവ് എടുത്തിട്ടുണ്ടാകുന്ന എനിക്ക് തോന്നുന്നേ എന്ന് അക്കുവിന്റെ സംസാരത്തിൽ ലീവ്. അവർ വിളിക്കാൻ മുകളിലേക്ക് പോയപ്പോ ജിമ്മ റൂമിൽ നിന്ന് അവർ പറയും നമ്മൾ ഒളിച്ചെന്ന് കേട്ടെന്നല്ലേ, അതിനിപ്പോ നിനക്ക് പ്രത്യേകം തോന്നേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞ് അടക്കി ചിരിച്ചു അക്കു. പല്ലി അടിച്ചു നോക്കി മുഖം തിരിച്ചു. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഞങ്ങൾക്ക് ഇനി സമയം ഇത്രയായിട്ടുമാരെ താഴോട്ട് കണ്ടിട്ടില്ലല്ലോ എന്ന് ശ്രീ പറഞ്ഞ വിഷു. അവരുടെ പ്ലാൻ വെച്ച് ചെയ്താൽ അവർ കിണഞ്ഞു പരിശ്രമിക്കും. നമ്മൾ ഒരിക്കലും പിടികൊടുക്കരുത്. അവർക്ക് ആരുടെ പാതിയാണെന്ന് കണ്ടുപിടിക്കാനും സാധിക്കരുത്. ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചപ്പോൾ ഞാനൊന്ന് പേടിച്ച്. അവരുടെ നോട്ടം ശരിക്കും കറക്റ്റ് ആയിരുന്നു. ഇനി അവരെങ്ങാനും കണ്ടെത്തിയോന്ന് കരുതി എന്ന് ശിവ പറയുന്ന കേട്ടില്ലേ? അത് ഞാനും ശ്രദ്ധിച്ചു. അതിന് പുറകെ കൺഫ്യൂഷൻ അടിച്ച് തലയോടെയെന്ന് കണ്ടപ്പോഴല്ലേ കാര്യം അവർക്ക് ഇതുവരെ പിടിയിട്ടില്ലെന്ന് മനസ്സിലായത്. അപ്പൊ നമുക്ക് തുടങ്ങുമല്ലേ അവരെ കൺഫ്യൂഷനാക്കാനുള്ള പരിപാടി എന്ന് ഇഷു ചോദിച്ചതും അവർ നാലുപേരും സമ്മതമെന്നോണം പുഞ്ചിരിച്ചുകൊണ്ട് ഹാളിലേക്കായി നടന്നു. എന്നാൽ ഡൈനിങ് ഹാളിൽ കിച്ചണിലേക്ക് പോയവളുമാർ ഇതുവരെയായിട്ടും കാണാതെ വന്നു. അവരുടെ എല്ലാ മിഴികൾ അങ്ങോട്ടേക്കായി ഇടയ്ക്കിടയ്ക്ക് ചലിക്കവെയാണ് അവളുമാരുടെ കടന്നുവരവ്. അതേസമയം തന്നെ അവരുടെ മിഴികൾ ഫുഡിലേക്കായി മാറിയിരുന്നു. അവർക്കരികിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുകയാണ് പെട്ടെന്ന് ഹരി. വെള്ളം എന്ന് പറഞ്ഞതും പെൺപടകൾ പിടിച്ചെട്ടിയ പോലെ നിന്ന് തിരിഞ്ഞു നോക്കിയതും ഹരി. വെള്ളം വേണമായിരുന്നു, ടേബിളില്ല എന്ന് പറഞ്ഞ അവളുമാരെ നോക്കിയതില്ലേയും. ഇപ്പൊ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് പോയതും ബാക്കിയുള്ളമാർ ഹരിയെ നോക്കി ചീറ്റിപ്പോയ കണക്കിലിരുന്നു. കറിയൊന്നും എടുക്കാവോ എന്ന് അടുത്ത ഊഴമേറ്റെടുത്ത ഷാനിന്റെ ചോദ്യത്തിന് ഇഷു പെട്ടെന്ന് കറിപ്പാത്രം എടുത്ത് നൽകി. അതുകൊണ്ട് ഹരി ദയനീയമായി ഇഷുവിനെ നോക്കി മുഖം തിരിച്ചു. ഒരു വേള അവൾ തന്റെ സ്വന്തമായിരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിക്കാതിരുന്നില്ല. അവളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഹൃദയമിടിപ്പ് അടക്കി നിർത്തുന്ന തന്നെ ഒരു വേള അവൾ മറ്റാർക്കെങ്കിലും സ്വന്തമാണെന്ന ചിന്തയിലായിരുന്നു. ഡൈനിങ് ടേബിളിൽ നിന്ന് അവന്മാർ അവരെ കണ്ടെത്താനുള്ള പരിശ്രമത്തിലായി ഓരോ ഭക്ഷണങ്ങൾ ചോദിച്ച് മുന്നേറിക്കൊണ്ടിരുന്നു. ദോശ ഒന്നെടുത്തേ, ആ ചായം കെടുക്ക് എന്നിങ്ങനെ ഓരോന്നായി ചോദിച്ചു. ദക്ഷിണ ശിവയും ഡെവിക്കാക്കുവും കിച്ചുവിന് ഇശുവും ഹരിക്കിലിയും ഷാനിന് ശ്രീ ഓരോന്നായി എടുത്തു നൽകി. വീണ്ടും ആവർത്തിക്കുമ്പോഴും പെൺപടകൾ അവരുടെ മുഖത്തെ യാതൊരു ഭാവഭേദമില്ലാതെ അവരെ സംശയത്തിലാഴ്ത്തിക്കൊണ്ട് ഓരോന്നായി എടുത്തു നൽകി. ഒരു വേള തങ്ങളുടെ ബിസിനസ്സിൽ പോലും ഇത്രയും ടഫ് സിറ്റുവേഷൻ കടന്നു വന്നിട്ടില്ലായിരുന്നുവെന്ന് അവർ 5 പേര് ഓർത്തുപോയിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി അണ്ണം കൽപ്പിച്ച് അവരൊത്തുകൂടി സീതമ്മയ്ക്ക് വിളിച്ചെങ്കിലും സ്നേഹാലയത്തിൽ നിന്നും അവരുടെ അനിത്യായ യശോദാമയുടെ അടുക്കളയ്ക്കായി ഒരാഴ്ചത്തേക്ക് കൂട്ടുനിൽക്കാനായി പോയെന്നറിഞ്ഞു. സീതാമ്മ തിരികെ വന്നതിന് ശേഷം അങ്ങോട്ട് വിളിക്കാൻ പറയാമെന്ന് അവിടെ സഹായത്തിൽ നിൽക്കുന്ന ചേച്ചി പറഞ്ഞോടെ ഒരാഴ്ചത്തേക്ക് ആ വഴി മടഞ്ഞെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. ഇനിയും ഭക്ഷണം കഴിച്ച് തീരുവല്ലാതെ ഇതിനൊരു പരിഹാരമുണ്ടാവില്ലെന്ന് മനസ്സിലാക്കിയവർ വേഗം കഴിച്ചെണീറ്റ് സോഫയിലായിരുന്നു. കിച്ചൺ ഡ്യൂട്ടി കഴിഞ്ഞവൾമാർ അവരുടേതായ ഓരോ ജോലികളിൽ ഏർപ്പെട്ടു. പലപ്പോഴും കഴിവിന്റെ പരമാവധി നിരീക്ഷിച്ച് വൈകുന്നേരം വരെ പഠിച്ച പണി 18 നോക്കിയിട്ടും യാതൊരു തരത്തിലും അവർക്ക് തങ്ങളുടെ പാതികളെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഈ ഒരു സമയത്തിനുള്ളിൽ അവന്മാരുടെ സ്വഭാവം ഏറെക്കുറെ മനസ്സിലായിരുന്നു. തന്റെ ഇടവും തള്ളിയൊളിത്തരവും പാരവപ്പും അത് പിടിച്ചാലുള്ള നിഷ്കളങ്ക ഭാവവും 5 പേർക്കും തുല്യമായിരുന്നു. അവരുടെ ഒരുമയോടുള്ള കൂട്ടുകെട്ട് അവന്മാരുടെ മനസ്സിൽ സന്തോഷം നിറച്ചു. പലപ്പോഴും അവരും ആഗ്രഹിച്ചിരുന്നു
തങ്ങളുടെ കൂട്ടുകെട്ട് മുറിഞ്ഞു പോകാത്ത വിധം ഒരുമയോടെ കൂട്ടിപ്പിടിക്കുന്നവരായിരിക്കണം തങ്ങളുടെ പാതികളുമെന്ന്. പിന്നീട് നേരെ സന്ധ്യയോടടുക്കവേ വിളക്ക് വെച്ച് പ്രാർത്ഥനയ്ക്ക് ശേഷം പെൺപടകളെല്ലാം മുറ്റത്തേക്ക് ഇറങ്ങി. വിശാലമായ മുറ്റം. കുറച്ചു ഭാഗം ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ടെങ്കിലും ബാക്കിയിടങ്ങളിലായി ഗ്രീൻ ഗ്രാസ് വെച്ച് പിടിപ്പിച്ച് മുറ്റം മോടി കൂട്ടിയിരുന്നു. അതോടൊപ്പം തന്നെ മതിലിനോട് ചേർന്ന് പലതരത്തിലുള്ള മരങ്ങൾ വളർന്നിരുന്നു. വീടിനൊരു ഭാഗത്തായി മാവും മുൻവശത്തായി മതിലോട്ട് കുറച്ച് വിട്ട് മഞ്ഞയും വയലറ്റും നിറത്തിലുള്ള പൂക്കളാൽ നിറഞ്ഞ മന്ദാര മരങ്ങളും പിങ്ക് നിറത്തിലുള്ള ഓർക്കിഡ് മരവുമുണ്ട്. കൂടാതെ മതിലിനായി പല നിറത്തിലുള്ള ബോഗൈൻ വില്ലകൾ പടർന്നു പന്തലിച്ചിരുന്നു. ഓരോ മരത്തിൽ അങ്ങോളം ചില്ലകൾ തോറും കുഞ്ഞു ബൾബുകൾ ഹാങ് ചെയ്തിരുന്നു. അതിന്റെ പ്രകാശം പൂക്കളിൽ തട്ടി പ്രതിഫലിച്ച് അവിടെ ആകെ പ്രത്യേക മനോഹാരിത നൽകി. കൂടാതെ മതിലിന് താഴെയും മരങ്ങൾക്ക് ചുവട്ടിൽ നിലത്തായി ഒത്തിരി പൂക്കൾ പൊഴിഞ്ഞ് ലോണിൽ പൂക്കളം തീർത്തിരുന്നു. ക്ലാസിക് ലൈറ്റ്സിൽ അവയെല്ലാം പ്രത്യേക ഭംഗി തോന്നിച്ചു. ചുറ്റുഭാഗമുള്ള മരങ്ങളാൽ അന്തരീക്ഷത്തിൽ ചെറുതണുപ്പ് നൽകിയിരുന്നു. 5 പേരും മുറ്റത്തായുള്ള മന്ദാര മരങ്ങൾക്ക് വിട്ടുള്ള ഇന്റർലോക്കിൽ ചെരുപ്പഴിച്ചു വെച്ച് ലോണിലേക്കായി ഇറങ്ങി. ആ നിമിഷം തന്നെ പുല്ലിൽ നിന്നും ചെറുതണുപ്പ് അവരുടെ കാലിലേക്കായി അരിച്ചു കയറി. അതിന്റെ അനുഭൂതിയിൽ അവർ പുല്ലിലായി സ്ഥാനമുറപ്പിച്ചു. എന്നാൽ മുകളിലേക്ക് പോയ ചെക്കന്മാർ കോമൺ ബാൽക്കണിയിലെ ബീൻ ബാഗിലും സ്വിംഗ് ചെയറിലുമായി ഇരിപ്പുറപ്പിച്ചു. ഇതൊരു നടക്ക് പോയില്ല കേട്ടോ. ഇവളുമാരെ നോക്കിയിട്ട് ഒരു ക്ലൂ പോലും കിട്ടുന്നില്ലെന്ന് വെച്ചാൽ എന്ന് അരി ബീൻ ബാഗിൽ നിന്ന് കൈയുള്ള ഫോണിൽ നിന്ന് തലയുയർത്തി പറഞ്ഞു ഷാൻ. എത്രയെന്ന് വെച്ചാൽ ഓരോന്നും പരീക്ഷിക്കുന്നു. രാവിലെ തൊട്ട് നോക്കുന്ന അല്ലെങ്കിൽ കെട്ടിയവനാണെന്ന പരിഗണന തോന്നി ഏതെങ്കിലും ചോദിച്ച് അടുത്തൊന്നിനെയും കണ്ടുപിടിക്കായിരുന്നു. ഇതാണെങ്കിൽ എല്ലാം തിരിച്ചാ നടക്കുന്നത്. കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് രാവിലെ ലീവ് ലഹരിക്ക് വെള്ളം എടുത്തു കൊടുത്തേ. അങ്ങനെയൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാനാ? ഷാനാണെങ്കിൽ ഇഷ്യൂ എന്ന് ഡേവി പറയുന്നതായിട്ട് ദക്ഷിൺ. ഇതിനുള്ളിൽ നിനക്ക് പേരും പിടി കിട്ടിയോ? കിട്ടാതെ ഒന്നാമത് കെട്ടിയ പെണ്ണിനറിയില്ല. അപ്പൊ പിന്നെ ഓരോരുത്തരുടെയും പേരെങ്കിലും അറിഞ്ഞില്ലെങ്കിൽ നാണക്കേടാ. അവളുമാരുടെ പരസ്പരം വിളിക്കുന്നതുകൊണ്ട് പേര് കിട്ടി. കല്യാണത്തിന് മുമ്പ് പേരൊക്കെ പറഞ്ഞിരുന്നു. അതിനിടയിൽ പേരൊക്കെ ആരും ശ്രദ്ധിക്കാനാ എന്ന് കിച്ചുവും ഓരോന്നായി സംസാരിക്കുക വേണം ദക്ഷിൺ. ദാ അവളുമാർക്കത്തെ രാത്രിയുടെ പരിപാടി ദേ അങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞവൻ വിരൽ ചൂണ്ടിയ ദിശയിലേക്കായി എല്ലാവരുടെയും മിഴികൾ താഴെ മന്ദാര മരത്തിന് ചുവട്ടിലേക്കായി പതിഞ്ഞതും പെൺപടകൾ അവിടെ ഇരുന്ന് ഓരോ സംസാരിക്കുന്നുണ്ട്. അവൻ അവളുമാരെ നോക്കിയിരുന്നു. എന്നാൽ താഴെ മരത്തിന് ചുവട്ടിലിരുന്നവർ ഡാ നമുക്കിതെല്ലാം ചെയ്താലോ എന്ന് അക്കു ചോദിച്ചാൽ ലീവ്. എന്ത് ചെയ്യാൻ? ഒരു കാര്യം ചെയ്യാം. ഏതായാലും ഈ അറ്റ്മോസ്ഫിയറിൽ ശിവയുടെയും ശിവനേക്ക് എടുക്കാച്ച് ഡാൻസ് ആയാലോ എന്ന് അക്കു പറഞ്ഞോടെ ശ്രീയും ലീവും അത് ഏറ്റുപിടിച്ചു. ഒന്ന് ചൂടക്ക് എടി, അവന്മാരിങ്ങനെ കാണും. അതൊന്നുമില്ല, അവരകത്തിന് അടുത്ത പ്ലാൻ ആലോചിക്കാൻ തിരക്കിലാവും. അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് ക്ഷീണിച്ചാണ് എന്ന് പറഞ്ഞ് അക്കു അടക്കിച്ചിരിക്കവേ ഇഷു ശിവയെ നോക്കിയതും ശിവയുടെ ചൊടിയിലും പുഞ്ചിരി വിരിഞ്ഞു. ആ പുഞ്ചിരി മറ്റുള്ളവരിലേക്ക് പകർന്നു. ശിവയെ ഇഷു അവിടുന്ന് എണീറ്റ് അകത്തേക്ക് ഓടിപ്പോയി. ബാൽക്കണിയിലിരുന്ന് അത് കണ്ട് ചെക്കന്മാർ ഡാ അവളുമാരെന്നതിനകത്തേക്ക് കൂടി എന്തോ ഒപ്പിക്കാനുള്ള പണിയാ. ഇനി എന്ത് ഏടാകൂടാണോ എന്തോ എന്ന് പറഞ്ഞ് കിച്ചു ബാക്കിയുള്ളവരെ നോക്കിയതും രവി. ഇവരോരോന്ന് ഒപ്പിച്ചു വെക്കുന്നതിനൊന്നും കലിപ്പാനും പറ്റുന്നില്ല. ആദ്യമായിട്ടാ ദേഷ്യം വരുമ്പോ അടക്കി വെക്കാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞ് താഴോട്ട് നോക്കിയതും അക്കുലിയും അകത്തുനിന്ന് ബ്ലൂടൂത്ത് സ്പീക്കർ കൊണ്ടുവന്ന് പുല്ലിലായി വെച്ചു. അപ്പോൾ തന്നെ ശ്രീ തന്റെ ഫോണുമായി സ്പീക്കർ കണക്ട് ചെയ്തു. ശ്രീ പതിയെ വെച്ചാൽ മതിട്ടോ, ഇനിയിപ്പോ ശബ്ദം കേട്ട് അവർ ഇറങ്ങി വരണ്ട എന്ന് പറഞ്ഞ് അവർ നിലത്തായിരുന്നു. അല്പസമയം കഴിയവേ ശ്രീലങ്കയുടെ ശബ്ദത്തിനകമ്പടിയോടെ ചെറുഗീതം ബാൽക്കണിയിലായിരുന്നവരുടെ കാതിലായി പതിഞ്ഞതും അവരുടെ മിഴികൾ താഴോട്ട് ചലിച്ചു. ഗാനത്തിനനുസരിച്ച് പിന്തിരിഞ്ഞ് നടന്നു പോകുന്നവളുമാരിൽ അവരുടെ മിഴികൾ ഉടക്കി. മുന്നോട്ട് ചുവടുവെച്ചവർ അടുത്ത വരിയോടെ താളത്തിന് ചുവടുവെച്ച് തിരിഞ്ഞതും അവർക്ക് മുന്നിലായി ശിവയുടെയും യേശുവിന്റെയും മുഖം അനാവൃതമായി. വൈറ്റ് അനാർക്കലി ധരിച്ച് മുടിമണഞ്ഞ് മുമ്പോട്ട് ചായച്ച് കാലിൽ ചിലങ്കയും കെട്ടി ശിവയും വിഷുവും ഗാനം മുന്നേറുന്നതിനനുസരിച്ച് അവരുടെ ചുവടുകൾ ഒരേ വേഗതയിലും മെയ്വഴക്കത്തോടെയും ചലിച്ചുകൊണ്ടിരുന്നു. അസാമാന്യ മെയ്വഴക്കത്തോടെയുള്ള അവരുടെ ചൂടിൽ ഒരു വേള ഡെവിയും ഹരിയും മിഴികൾ വിടർത്തി എണീറ്റിരുന്ന് അവരുടെ ചൂടുകൾ വീക്ഷിച്ചുകൊണ്ടിരുന്നു. ഗാനത്തിന് അവസാനത്തോടടുക്കവേ അക്കുവിലെയും ശ്രീയും അവരോടൊപ്പം ചൂട് വെക്കാൻ തുടങ്ങി. അത് കാണവേ ബാക്കിയുള്ളവന്മാരും വിടർന്ന മിഴിയാറി ഇരുന്നിരുന്ന് എണീറ്റിരുന്ന പാടെ അവരൊരുമിച്ച് വേഗത്തിൽ സ്റ്റേജിൽ ഇറങ്ങി. ആളുകടന്ന് മുറ്റത്തേക്കായി ഇറങ്ങിയതും വാനത്തിൽ നിന്ന് ചെറുതുള്ളികളായി തുടങ്ങിയ മഴ അതിവേഗത്തിൽ ഭൂമിയിൽ സ്പർശിച്ചുകൊണ്ടിരുന്നുവെങ്കിലും പാട്ടിൽ ലയിച്ചവർ അതിനനുസരിച്ച് ചൂട് വെച്ചുകൊണ്ടിരുന്നു. പെയ്തിറങ്ങുന്ന മഴയിൽ ചെക്കന്മാർ നനഞ്ഞുതിർന്ന പാടെ പാട്ടിനനുസൃതമായി ചൂട് വെക്കുന്ന തങ്ങളുടെ പാതി അവർക്കിടക്കിലേക്കായി ചൂട് വെച്ചു. മഴയോടൊപ്പം കൂട്ടുവന്ന തെന്നലിനാൽ മരത്തിൽ നിന്നും പൂക്കൾ അവർക്ക് മീതെ പൊഴിഞ്ഞു വീണുകൊണ്ടേയിരുന്നു. പാട്ടിന് അവസാനം ഒരേ രീതിയിൽ ചൂടുകൾ അവസാനിപ്പിച്ചുകൊണ്ട് അവർ കിതപ്പോടെ പുഞ്ചിരിയാലെ മുന്നോട്ട് നോക്കിയതും അവർക്ക് തൊട്ടു മുമ്പിലായി നിൽക്കുന്നവരെ കണ്ട് തറഞ്ഞു നിന്നു. എന്നാൽ ചെക്കന്മാർ അവരിൽ മതിമറന്ന് ലയിച്ചു പോയിരുന്നു. പതിയെ മഴച്ചാറ്റൽ മഴയായി പരിണമിച്ച് ചെറുതായി ഭൂമിയെ പുണരവേ അവരുടെ മുഖത്തായി പറ്റിച്ചേർന്ന മഴത്തുള്ളികളിൽ ക്ലാസിക് ലൈറ്റ്സിന് പ്രകാശം തട്ടി പ്രതിഫലിച്ചുകൊണ്ടിരുന്നു. അപ്രതീക്ഷിതമായി ചെക്കന്മാരെ കണ്ടവർ പെട്ടെന്ന് അവിടുന്ന് പോവാനൊരുങ്ങും മുന്നേ അവന്മാരവരെ തന്നിലേക്കായി അടുപ്പിച്ച് വാരി പുണർന്നിരുന്നു. അവരുടെ പ്രവൃത്തിയിൽ അന്താളിച്ചു പോയവളുമാർ അടുത്ത നിമിഷം അവരുടെ പാതിയും പ്രണയവുമാണെന്ന ചിന്തയിൽ അവരുടെ കൈകൾ തിരിച്ചവരെ പുണരുവാൻ ഉയർന്ന നിമിഷത്തിൽ
മനസ്സിലേക്കായ അവരുടെ തീരുമാനം കടന്നു വന്നതും അവളുമാരുടെ ചൊടികളിൽ പുഞ്ചിരി വിരിഞ്ഞു. അടുത്ത നിമിഷം അവരൊരുമിച്ച് അവന്മാരെ തങ്ങളിൽ നിന്ന് തള്ളിമാറ്റി പുറകിലേക്ക് ചൂടുവെച്ചതും അവരുടെ തള്ളിയിൽ ബോധമണ്ഡലത്തിലേക്ക് വന്നമാർ നടുക്കത്തോടെ അവരെ നോക്കും മുമ്പേ അവളുമാർ അവരെ മറികടന്ന് വേഗത്തിൽ അകത്തേക്ക് ഓടിയിരുന്നു. ഒരു വേള അവരുടെ ഉള്ളിൽ അകാരണമായ ഭയം നിറഞ്ഞു വന്നു. ഏതോ നിമിഷത്തിൽ ചെയ്തുപോയ പ്രവൃത്തി അവരെ വേദനിപ്പിച്ചുവെങ്കിൽ അതിനർത്ഥം അവരുടെ പാതി ഞങ്ങളിൽ നിന്നുള്ളതാണെങ്കിൽ ചെയ്തുപോയ തേച്ചും തെറ്റാണെന്നുള്ള ചിന്ത അവരിൽ ഉയർന്നു. പരസ്പരം നോക്കി അവർ വേഗത്തിൽ അകത്തേക്കായി ഓടി. എന്നാൽ അവരകത്തേക്ക് എത്തും മുമ്പേ അവർക്ക് മുമ്പിലെ അവളുമാരുടെ റൂമിന്റെ കഥ കടഞ്ഞു കഴിഞ്ഞിരുന്നു. അടഞ്ഞ കഥകിലേക്ക് നോക്കി പരസ്പരം നോക്കാൻ പോലും കഴിയാതെ അവർ നനഞ്ഞു കുതിർന്ന പാടെ അവിടെയുള്ള സോഫയിലായി അമർന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും കഥക് തുറക്കാതെ വന്നു അവർ 5 പേരും സ്റ്റെയർ കയറി തങ്ങളുടെ റൂമിലേക്ക് പ്രവേശിച്ചു. ഫ്രഷായി ഇറങ്ങിയവർ ഓരോന്നോർത്തുകൊണ്ട് ഉറക്കിലേക്ക് വഴുതി വീണു. എന്നാൽ പെൺപടകളുടെ റൂമിൽ നനഞ്ഞു കുതിർന്ന് നിന്നവളുമാർ പരസ്പരം ഒന്ന് നോക്കി അടക്കി ചിരിച്ചു. പെട്ടെന്ന് തന്നെ നനഞ്ഞ ഡ്രസ്സ് മാറ്റി ഫ്രഷായി ഇറങ്ങി ബെഡിലായി ഇരിപ്പുറപ്പിച്ചു. എന്തോ ചിന്തയിലായിരുന്നു ശ്രീ. ഡിയെ, നമ്മൾ ചെയ്ത് കുറച്ച് ഓവറായി പോയോ? എനിക്ക് തോന്നുന്നില്ല. അവർ കെട്ടി നോക്കാത്ത നമ്മുടെ തെറ്റില്ലല്ലോ, അതിന് ചിന്ന പണിഷ്മെന്റ് എന്ന് ശിവ പറഞ്ഞു കേട്ടി ലീവ്. സത്യം പറഞ്ഞ നമ്മുടെ പ്ലാൻ നല്ലപോലെ വർക്കാവുന്നുണ്ടല്ലേ? അവരുടെ ഇഞ്ചി കടിച്ചപോലുള്ള ആ നിൽപ്പ് എന്ന് പറഞ്ഞ് അടക്കി ചിരിച്ചതും അക്കു. ഇഞ്ചി കടിച്ചതോ? രാവണന്റെ നോട്ടം. എന്റെ പടച്ചോനെ, അങ്ങേര് കെട്ടിപ്പിടിച്ചപ്പോ അറിയാതെ നമ്മൾ തിരികെ കെട്ടിപ്പിടിച്ചു പോയനെ. പ്ലാൻ ഓർമ്മന്നുകൊണ്ട് തൽക്കാലം എസ്കേപ്പ് അടിച്ചു. അത് ശരിയാ, അലീന ഒരു സ്പോട്ടിൽ തന്നെ സത്യം കണ്ടുപിടിച്ചേനെ. നമ്മുടെ ആ നീക്കം കൊണ്ട് ഇപ്പൊ അവരൊന്നുകൂടെ കൺഫ്യൂഷനായിട്ട് ഇരിപ്പുണ്ടാവും എന്ന് പറഞ്ഞ് യേശു ചിരിച്ചവൻ ശിവ. ഇനി എന്തായാലും നാളേക്ക് നോക്കാം, നല്ല ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞതിന് പുറകെ അവർ 5 പേരും ബെഡിലേക്കായി കിടന്ന് ഉറക്കിലേക്ക് വഴുതി വീണു. പുലർച്ചെ ആമ്പിള്ളേര് റൂമിൽ നിന്ന് ഒരുങ്ങിയിറങ്ങിയവയെ കിച്ചു. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ലടാ, ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. വൈകുന്നേരം ഇത് കോംപ്ലിക്കേറ്റഡ് ആവുക, ഓരോന്ന് ആലോചിക്കുന്നവർ തല പെരിക്കുന്നുണ്ട് എന്ന് ഡേവി പറഞ്ഞതിനൊപ്പം അവരെല്ലാം ഒരുമിച്ച് സ്റ്റെയർ ഇറങ്ങി. താഴെ ഡൈനിങ് ടേബിളിൽ പെമ്പിളർ ഫുഡ് കൊണ്ടുവെക്കുന്നത് കണ്ട് അവർ 5 ടേബിളിൽ സ്ഥാനം പിടിച്ചു. ഭക്ഷണം വിളമ്പുമ്പോഴോ അവരുടെ ആവശ്യങ്ങൾ എടുത്തു നൽകുമ്പോഴോ പെൺപടകൾ അവരുടെ മുഖത്തേക്ക് നോക്കുക പോലും ചെയ്തില്ല. അതെല്ലാം അവരുടെ ഉള്ളിൽ അകാരണമായി ആദ്യ കൂട്ടാൻ മാത്രമേ ഉപകരിച്ചുള്ളൂ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞും തങ്ങളുടെ പ്രവൃത്തി കൊണ്ട് അവരുടെ ഉള്ളിൽ വിഷമം നിറഞ്ഞെന്ന ചിന്തയാൽ ക്ഷമ ചോദിക്കാനുള്ള അവസരം പോലും ലഭിക്കാത്ത വിധത്തിൽ അവളുമാർ അവന്മാരിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അവസാനം സായികെട്ട് അവരവരെ തടഞ്ഞു വെച്ച് ഗൗരവത്തോടെ വി നീഡ് ടു ടോക്ക് എന്ന് പറഞ്ഞവർ സ്റ്റെയറിൽ കയറി മുകളിലെ ഹാളിലായ ഒരു സ്ഥാനം ഉറപ്പിച്ചതും അവർക്ക് പുറകെ പെൺപടകൾ സ്റ്റെയർ കയറി ചെക്കന്മാർക്ക് മുമ്പിലായി വന്നു നിന്ന് എന്താണെന്നുള്ള രീതിയിൽ അവരെ നോക്കി നിന്നു. എങ്ങനെ തുടങ്ങിയെന്നറിയാതെ അവർ അവിടെയുള്ള ഇരിപ്പിടത്തിലായിരിക്കവേ കിച്ചു വാക്കുകൾ പെറുക്കി വെച്ച് കണക്ക് കൂട്ടി. വീണോ, ഇന്നലെ ചെയ്തത് അത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞു നിർത്തിയതും ആ നിമിഷം അറിയാതെ എന്നവരുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ ഹരി പറയവേ എല്ലാവരും ഒരുമിച്ച് സോറി എന്ന് പറഞ്ഞവർ അവളുമാരുടെ മുഖത്തേക്ക് നോക്കിയതും അവരിൽ യാതൊരു ഭാവഭേദമില്ലാതെ നിൽക്കുന്ന കണ്ടവർ ഒരു നിമിഷം അവരെ നോക്കി നിന്നു. അല്പസമയത്ത് മൗനത്തിന് ശേഷം കിച്ചു കയ്യിൽ ചേർത്തിട്ട് അയച്ചു ചെയ്ത വാശിയിലേക്കായി മിഴികൾ പായിച്ച് ഓഫീസിലേക്ക് പോകാൻ സമയമായെന്ന നിഗമനത്തിൽ ബാക്കിയുള്ളമാര് നോക്കി കണ്ണാൽ ചിലത് പറഞ്ഞവൻ ശ്വാസം ഒന്ന് എടുത്തുവിട്ട് രണ്ടും കൽപ്പിച്ചവൻ അവരിലേക്കായി തിരിഞ്ഞു പറഞ്ഞു, ഐ തിങ്ക് ദിസ് ഈസ് ദി റൈറ്റ് ടൈം ടു ലീവ് വിത്ത് അസ് എന്ന് പറഞ്ഞിടത്ത് അക്കു ചാടിക്കേറി. അങ്ങനെ പണം അപ്പൊ തോൽവി സംബന്ധിച്ചത് സാരം എന്ന് എളിയിൽ കൈകുത്തി കാര്യം പോലെ ചോദിച്ചിട്ടുണ്ട് രവി. വാട്ട്? ആ അധികം എക്സ്പ്രഷൻ ഒന്നും ഇടണ്ട, നോക്കിയിട്ട് നിന്ന് പരിങ്ങുന്നു. ഞങ്ങൾക്ക് മനസ്സിലായതാ, താലി കിട്ടിയെന്നല്ലാതെ ഞങ്ങളിൽ ആരൊക്കെയാണ് നിങ്ങളുടെ പാതിയും ദൂരം മനസ്സിലായിട്ടില്ലെന്ന്. എന്താ സത്യല്ലേ എന്ന് ശിവ പറഞ്ഞു കേട്ട് അവന്മാർ പരസ്പരം നോക്കി അവരിലേക്കായി മുഖച്ചു വിളിച്ച് നോക്കി വീശു. വന്ന അന്നു മുതൽ ഞങ്ങൾക്കറിയായിരുന്നു നിങ്ങൾക്കറിയില്ലെന്നുള്ള കാര്യം എന്ന് ഇഷു പറഞ്ഞു. അവർ ഞെട്ടിലോടെ നിന്നോ ഹരി. അപ്പോ ഇത്രയും ദിവസം നിങ്ങൾക്ക് മനസ്സിലായിട്ടും ഞങ്ങളെ പൊട്ടം കളിപ്പിക്കായിരുന്നല്ലേ? പൊട്ടം കളിപ്പിക്കാനും ഞങ്ങളാരും കരുതിയല്ല. അറ്റ്ലീസ്റ്റ് കെട്ടിപ്പണിന്റെ മുഖത്തെങ്കിലും നോക്കായിരുന്നു. നോക്കാതിരുന്ന് കൺഫ്യൂഷനായിട്ട് ഞങ്ങളെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് സ്ത്രീ പറഞ്ഞതിന് പുറകെ ദക്ഷ ഉയർന്നു വന്ന ദേഷ്യത്തോടെ. പറയുന്നത് ശരിയായിരിക്കാം, ബട്ട് ദിസ് ഇസ് നോട്ട് ജോക്ക് എന്ന് പറഞ്ഞ് കിച്ചു. ഉയർന്നു വന്ന ദേഷ്യം അടക്കാനെന്നോണം മിഴികൾ അടച്ചു തുറന്നു. ഓക്കെ, കഴിഞ്ഞു ദെൻ ടെൽ മീ, ആരുടേതൊക്കെയാണെന്ന് എന്ന് ഗൗരവമാർന്ന മുഖത്താൽ പറഞ്ഞു അക്കു വിളിച്ചുകൊണ്ട്. പറയില്ല എന്ന് പറഞ്ഞു ഷാ. പറയുന്നുണ്ടോ ഇല്ലയോ? അവള് പറഞ്ഞു ഞങ്ങൾക്ക് പറയാനുള്ളൂ, പറയില്ല അല്ലേടി എന്ന് പറഞ്ഞ് ലീവ് എല്ലാവരെയും നോക്കിയതും അവളുമാരെല്ലാം ഒറ്റക്കെട്ടാണെന്ന് മനസ്സിലാക്കിയതും കിച്ചു കലിപ്പിൽ. ഡു യു ഇന്റന്റ് ടു ഫൂൾ us again? ഞങ്ങൾ ഫൂളാക്കിയല്ലോ, നിങ്ങൾ ആദ്യമേ ഞങ്ങളോട് ചോദിച്ചതെങ്കിൽ പറഞ്ഞേനെ എന്നും അക്കു പറഞ്ഞു നിർത്തിയതും അതിന്റെ തുടർച്ചയെന്നോണം ശിവ. അപ്പൊ നിങ്ങൾക്ക് എല്ലാം അറിയുന്ന ആ ഭാവം, അപ്പൊ ആ ഭാവം ഇതുവരെ പോയെന്ന് നോക്കി, അത്രയേ ഉള്ളൂ. ഏതായാലും ഇത്രയ സ്ഥിതിക്ക് ഞങ്ങളുടെ വായിന്നത് കേൾക്കില്ല, കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയുമ്പോൾ അറിഞ്ഞേക്ക് എന്ന് പറഞ്ഞ് അവർ 5 പേരും അവന്മാരെ നോക്കി അടക്കി ചിരിച്ചു. അവളുമാരുടെ ചിരിയിൽ കരി കയറിയവൻ ഡെവിയുടെ കയ്യിൽ നിന്ന് ഊക്കോടെ നിലത്തേക്കായി തകർന്നു വീണ വെയ്സിന് പുറകെ വെട്ടിത്തിരിഞ്ഞ് അവരുടെ റൂമിലേക്ക് പോയി. അവന്റെ പ്രവൃത്തിയിൽ വിറച്ചു പോയവൾമാർ ചിതറി കിടക്കുന്ന വെയ്സ് കണ്ട് അക്കു. ശിവ, ആ വീണ് നമ്മുടെ തലക്കിട്ടാണെന്നുള്ള വാണിങ്ങല്ലേ ഇതിന്റെ കെട്ടിയൊന്നു തന്നിട്ട് പോയത്
കണ്ടുപിടിച്ച മോളെ ശിവ, നിന്റെ കാര്യം കപ്പലും മയ്യത്തോം തോം. വല്ലാണ്ട് പറയണ്ട, ബാക്കിയുള്ളവർ അരച്ച് കലക്കി കിട്ടിയ പട്ടിക്കിട്ട് കൊടുക്കുന്ന രൂപത്തിലായിരുന്നു. പണി പാടിയാ എന്ന് ഈശു സംശയം പ്രകടിപ്പിച്ചവും സ്ത്രീ. അമ്മാര് ദേഷ്യം കണ്ടില്ലേ, ജാട പാർട്ടികള്. പാടിയാലില്ലേ നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞതും അവരഞ്ചും പരസ്പരം കൈയടിച്ച് തിരിഞ്ഞ് സ്റ്റെയർ ഇറങ്ങി. മുറ്റത്തായി നിൽക്കുന്ന പെൺപടകളെയും മറികടന്ന് അവരുടെ വാഹനത്തിലായി ഇരുമ്പിലൂടെ കോമ്പൗണ്ട് കടന്ന് കുതിച്ചു. അവർ പോകുന്നു നോക്കി കൈയുള്ള മുറിച്ചു വെച്ച മാങ്ങ ഉപ്പിലും മുളകിലും പുരട്ടി അവളുമാർ വായിലേക്കിട്ട് ചവച്ചരച്ചുകൊണ്ട് മരത്തിന് ചുവട്ടിലായിരുന്നു. ഓഫീസിലെത്തിയവർ പിന്നീട് തിരക്കുകളിലേക്കായി ഊളിയിട്ടു. ഈവനിങ് ഓടടുക്കവേ കിച്ചുവിന്റെ ക്യാബിൽ നിന്ന് അവന് ചുറ്റുമായി ഡേവിഡും ഷാനും ദക്ഷും ഇരുന്ന് നാളെ പ്രസന്റ് ചെയ്യാനുള്ള പ്രൊജക്ട് ഡീറ്റെയിൽസ് ഫൈനലൈസ് ചെയ്ത് സ്ലൈഡ്സിലൂടെ ഓരോന്നായി പ്രൊജക്റ്റുമായി അവരുമായി ഡിസ്കസ് ചെയ്യവെയാണ് അങ്ങോട്ടായി കഥ തുറന്ന ഹരി വേഗത്തിൽ കടന്നു വന്ന്. പൂട്ടി എന്ത് പൂട്ടിയെന്നാണ് നീ പറയുന്നത് എന്ന ഷാന്റെ ചോദ്യത്തിൽ ഹരി ചെയറിലേക്ക് ഇരുന്നോട് കിതപ്പോടെ വിജയ് ഭാഗത്തിൽ അവളുമാർ പൂട്ടി പോരെ. കാര്യം തെളിച്ചു വരടാ, ഇവനിത് ഓൺലൈൻ ലൈവ് ന്യൂസ് ചാനൽ ഒന്ന് എടുത്തു നോക്ക് എന്ന് പറഞ്ഞു കിച്ചു പെട്ടെന്ന് തന്നെ അവന്റെ ലാപ്ടോപ്പിൽ ലൈവ് ന്യൂസ് ചാനൽ ഓപ്പൺ ചെയ്തു അവർ സ്ക്രീനിലായി തെളിഞ്ഞു വന്നു. ഈവനിംഗ് ഫ്ലാഷ് ന്യൂസ്. പഞ്ചാഗ്നി ഗ്രൂപ്പ് ഓണേഴ്സ് വിവാഹിതരായി. രഹസ്യമായി നടത്തിയ വിവാഹം ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ടർ ശ്യാമാണ് കണ്ടെത്തിയിരിക്കുന്നത്. വളരെ ശ്രദ്ധേയമായ രീതിയിൽ സമൂഹ വിവാഹം വഴിയാണ് അവർ തങ്ങളുടെ പാതകളെ കണ്ടെത്തിയിരിക്കുന്നത്. എല്ലാ യുവാക്കൾക്കും ഇവരൊരു മാതൃകയാവേണ്ട ഒന്നായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ന്യൂസ് മുമ്പോട്ട് പോവേ അവരെല്ലാം ഹരിയെ നോക്കവേ അവർ പുഞ്ചിരിയോടെ സ്ക്രീനിലേക്ക് നോക്കാനായി കണ്ണു കാണിച്ചതും അവരുടെ മിഴികൾ സ്ക്രീനിലേക്കായി പതിയവേ അതിലായി തെളിഞ്ഞ വീഡിയോ കണ്ട് അവർ ഇരുന്നിടത്തുനിന്ന് ചാടി എണീറ്റു. സ്ക്രീനിലായി തങ്ങളുടെ പാതികൾക്കരികിലായി നിൽക്കുന്ന വിവാഹ വീഡിയോ മിഴികൾ വിടർത്തിയവൻ അവയിലേക്ക് ഉറ്റുനോക്കി. സ്ക്രീനിലുടനീളം അവരുടെ മിഴികൾ തങ്ങളുടെ പാതിയിലായി പതിഞ്ഞതും അവരുടെ ഹൃദയത്തിൽ തണുപ്പ് വളർന്നു. അടുത്ത ന്യൂസിലേക്ക് അടക്കവേ അവർ തിരികെ പരസ്പരം ഒന്ന് നോക്കി. ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞ 5 പേരും ക്യാബിൻ വിട്ടിറങ്ങിയതും സ്റ്റാഫുകളുടെ അടുത്തുനിന്ന് അഭിനന്ദന പ്രവാഹമായിരുന്നു. അതിനെല്ലാം ചെറുപുഞ്ചിരി നൽകി അവർ വേഗത്തിൽ അവിടുന്ന് വില്ലയിലേക്ക് കുതിച്ചു. എന്നാൽ വില്ലയിൽ ഹാളിൽ നിന്ന് TV ചാനൽ മാറ്റി കളിക്കുന്നിടയിൽ ന്യൂസ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതും ഡീ നോക്കി നമ്മുടെ കല്യാണ വീഡിയോ TV-യിൽ എന്ന് പറഞ്ഞ് ചെറുചിരിയോടെ നോക്കിയിരുന്ന ശിവ. കണ്ടോ മാസിലും പിടിച്ച് നിൽക്കുന്ന 5 എണ്ണത്തിൽ ഒരാൾ പോലും നമ്മുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ടോ? കാശ്മലന്മാർ നോക്കിയടി, ബാക്കിയുള്ള 5 എണ്ണം അവരുടെ ഭാര്യമാര് നോക്കി നിൽക്കുന്നു. ഈ ഇടിക്കട്ടകൾക്ക് ആറ്റിറ്റ്യൂഡ് ഇടാനേ അറിയൂ എന്ന് അക്കു പല്ലുകടിച്ചതും മുറ്റത്തായി ഇരുമ്പിലോടെ വന്നിരിക്കുന്ന സൗണ്ട് കേട്ട് മുൻവാതിലേക്കായി വന്ന് നോക്കുമ്പോൾ വണ്ടിയിൽ നിന്നിറങ്ങി ഇട്ടിരിക്കുന്ന ബ്ലേസർ അഴിച്ച് അകത്തേക്ക് ഓടി വരുന്ന ചെക്കന്മാരെയായിരുന്നു അവർ കണ്ടത്. അവരുടെ വരവും TV-യിലെ ന്യൂസുടെ ആയതും കാര്യങ്ങൾ കത്തി അക്കു. തോമസ് കുട്ടി വിട്ടോടാ എന്ന് വിളിച്ചു അകത്തേക്ക് ഓടിയതും അവളുമാരും പുറകെ ഓടി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം.